ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഒരു സാംസങ്ങിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡിൽ ഈ IC കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കിതിനകത്തൊരു U11 ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ബോർഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടിവിക്കകത്ത് നമുക്ക് പവർ സപ്ലൈ ഇല്ലാത്ത ഒരു U11 ബോർഡ് മതി. കാര്യം ഇതിനകത്ത് ഓൾറെഡി പവർ സപ്ലൈ വർക്കിംഗ് ആണ്. അതുപോലെ മദർ ബോർഡ് ഇല്ലാതെ തന്നെ ഈ ബാക്ക് ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. അവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്, പവർ സപ്ലൈ ഓണായി, ബാക്ക് ലൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു പവർ സപ്ലൈയുടെയോ ഒരു ബാക്ക് ലൈറ്റ് ഡ്രൈവോ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനൊരു U11 ബോർഡാണ് മേടിച്ചേക്കുന്നത്. ഇതാണ് ഞാൻ മേടിച്ചേക്കുന്നത്, SB. ഇതാണ് U11 ബോർഡ്. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കിതിനകത്ത് പവർ സപ്ലൈയോ ബാക്ക് ലൈറ്റ് ഡ്രൈവോ വേണ്ട. അതുകൊണ്ട് ഈ ബോർഡ് നമ്മൾ ഉപയോഗിക്കാം, ഈ ചെറിയൊരു ബോർഡ്. ഇതിന് പവർ സപ്ലൈ വേണ്ടുന്നത് 12 വോൾട്ടാണ്. അത് ഓൾറെഡി ഈ ബോർഡിലുണ്ട്, അതിന് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേറെ പവർ സപ്ലൈ ആവശ്യമില്ല. ഇതിൻ്റെ പാനല് ഇതാണ്. അതിൻ്റെ പാനല് HV 280 WX2 260. അതാണ് ഇതിൻ്റെ പാനല്. ഇപ്പം ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു LVDS കേബിൾ വേണം. ഇതിൻ്റെ കേബിള് ഓൾറെഡി ഈ ടൈപ്പാണ്. ഈ ടൈപ്പ് ഒരു LVDS കേബിളാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു LVDS കേബിള് നമ്മൾ മേടിക്കണം. അപ്പോൾ നമ്മളിതിന് പറ്റിയൊരു LVDS നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ പവർ സപ്ലൈ, അതായത് ഇതിൻ്റെ 12 വോൾട്ട് എവിടെ വരുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു LVDS ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ ഇതിന് മാച്ച് ചെയ്യുന്ന LVDS കേബിള്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമ്മുടെ ഒരു 12 വോൾട്ട്, അതിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇനി പവർ സപ്ലൈ എന്നുള്ള ഈ വയറിൽ നിന്ന് 12 വോൾട്ട്, ഒരു ഗ്രൗണ്ട്, ആ രണ്ട് വയറുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അത് നമ്മൾ ഈ പവർ സപ്ലൈയിൽ നോക്കിയാൽ നമുക്ക് പവർ സപ്ലൈയിൽ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഇവിടെ ഇതുപോലൊരു ബോക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ പിന്നുകളിൽ എന്തൊക്കെയാണ് കണക്ഷൻ എന്ന്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ 12 വോൾട്ടും സപ്ലൈ, ഇതിപ്പോൾ 13 വോൾട്ട് ഉണ്ട്, അത് പ്രശ്നമല്ല, നമുക്ക് എടുക്കാൻ പറ്റും. ഈ മാർക്കിംഗ് നോക്കിയിട്ട് നമ്മുടെ വയറുകൾ നമ്മൾ കണ്ടെത്തും. ഒരു പ്ലസ് വോൾട്ടേജും ഒരു ഗ്രൗണ്ടും. അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് വയറുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. വോൾട്ടേജ് ചെക്ക് ചെയ്ത് കാണിക്കാം. TV ഓൺ ചെയ്തു. പന്ത്രണ്ട് പോയിന്റ് എട്ട് ഉണ്ട് നമ്മുടെ വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് വയറുകളാണ് നമുക്ക് നമ്മുടെ മദർ ബോർഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ U11 ബോർഡിനകത്ത് നമുക്ക് 12 വോൾട്ട് ഇൻപുട്ട് ഈ സോക്കറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ കൊടുക്കാനുള്ള സോക്കറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ രണ്ട് വയറ് ഇവിടെ സോൾഡർ ചെയ്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 12 വോൾട്ട്, ഗ്രൗണ്ട്, അങ്ങനെ. പിന്നെ ഈ ബോർഡിനകത്ത് നമുക്ക് രണ്ട് പവർ സപ്ലൈ, അതായത് പാനലിന് പോകുന്ന രണ്ട് വോൾട്ടേജുകളുണ്ട്. ഇവിടെ ഒരു ജമ്പറാണ്, ജമ്പർ. അതായത് ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് ഇടുകയാണെങ്കിൽ ഇത് 12 വോൾട്ട് ആവും. ഇവിടെ അതിൻ്റെ മാർക്കിംഗ് ഉണ്ട്, 12 വോൾട്ട്. സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്ക് ഇട്ടാൽ ഇവിടെ 12 വോൾട്ട് പാനലിലേക്ക് സപ്ലൈ പോകും. അതുപോലെ നമ്മൾ തിരിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടാൽ പാനലിലേക്ക് 5 വോൾട്ട് പോകും.
ആ 2 മാർക്കിംഗ് ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് ഈ ജമ്പർ മാറ്റിയിട്ട് നമ്മൾ പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് നമ്മൾ നോക്കണം എത്ര വോൾട്ടിലാണ് ഈ പാനൽ വർക്ക് ചെയ്യുന്നത്. ഇത് 12 വോൾട്ട് പാനലാണ്. ഞാൻ അതുകൊണ്ട് ഈ ജമ്പർ 12 വോൾട്ടിലേക്ക് ഇടുകയാണ്. 12 വോൾട്ടിൽ ആദ്യം ഇതിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഇത് 5 വോൾട്ടിലായിരിക്കും. അത് നേരെ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് പാനൽ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആദ്യം ഈ പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് ഇത് എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ എൻ്റെ പാനൽ ഇത് 12 വോൾട്ടാണ്. ഞാനതുകൊണ്ട് 12 വോൾട്ടിൽ അത് മാറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ പവർ സപ്ലൈയിൽ നമ്മൾ 2 വയർ സോൾഡർ ചെയ്തെടുക്കുക. അതുകൊണ്ട് ഞാനിവിടെ 2 വയർ സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക. പിന്നെ മറക്കാതെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് ഉണ്ട്. 2 12, 2 ഗ്രൗണ്ട്, അങ്ങനെ 4 പോയിന്റ് ഉണ്ട്. അത് തങ്ങളിൽ കണ്ടിന്യൂറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റിൽ ഒരു പോസിറ്റീവും ഒരു ഗ്രൗണ്ടും കൂടെ സോൾഡർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് ഈ വയറിൽ നമ്മൾ ഈ പവർ സപ്ലൈ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ വയറിൽ നമ്മളിത് കണക്ട് ചെയ്യാൻ പോവാണ്. പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി LVDS കണക്ട് ചെയ്യണം. LVDS നമ്മളിവിടെ ഫിക്സ് ചെയ്തു ബോർഡിനകത്ത്. ഇനി നമ്മൾ പാനലിലേക്ക് നമ്മുടെ LVDS കൊടുക്കുക. അപ്പോൾ നമുക്ക് LVDS കൂടെ കണക്ട് ചെയ്യാം അതിനകത്തോട്ട്. ഇപ്പോൾ നമ്മൾ LVDS കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ഓൺ ചെയ്യണം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെറ്റ് സ്റ്റാൻഡ് ബൈയിലാണ്. ചുമന്ന ലൈറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാനൽ ഓക്കെ. ഇപ്പം നമ്മുടെ TV-യിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഞാനത് തിരിച്ചു വെച്ച് കാണിക്കാം. ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ AV തലതിരിഞ്ഞൊരു ഇത് നമുക്ക് വന്നിട്ടുണ്ട്. ഇമേജ് ഇതിനാണ് നമ്മുടെ ഇമേജ് വരുന്നത്. തലതിരിഞ്ഞിട്ടാണ്. അതുപോലെ വേറെ അല്ലാത്ത ഒരു ഇമേജാണ്. ഇതിന് നമ്മൾ സർവീസ് മോഡ് ഓപ്പൺ ചെയ്യണം. ഇതിന് നമ്മുടെ സർവീസ് മോഡ് എന്ന് പറഞ്ഞാൽ SBയുടെ ഇതിന് വരുന്നത് മെനു 1147, അതാണ് ഇതിൻ്റെ സർവീസ് മോഡ്. അപ്പോൾ നമുക്ക് സർവീസ് മോഡ് ഓപ്പൺ ചെയ്യാം. മെനു 1147, ഇതാണ് എൻ്റെ സർവീസ് മോഡ്. സർവീസ് മോഡ് എടുത്തു. ഫങ്ഷൻ ഓപ്പൺ ചെയ്തു. ഫങ്ഷനകത്ത് പാനൽ സെറ്റിങ്സിനകത്ത് മിറർ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പടം തലതിരിഞ്ഞ് നമുക്കിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതൊക്കെ സെൻറ്ററിലാണ്. ഇത് നമ്മുടെ റെസൊല്യൂഷൻ പ്രശ്നമാണ്. ഇനി നമ്മൾ ഇതിനകത്ത് റെസൊല്യൂഷൻ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് മാറ്റാം. റെസൊല്യൂഷൻ കോഡ് ഫസ്റ്റിലെ നമ്മൾ അടിക്കുന്നത് ഇൻപുട്ട്
ഇൻപുട്ട് 3 1 1 8 1. സെറ്റ് തനിയെ ഓഫായിട്ട് ഓൺ ആവും. ആ റെസൊല്യൂഷൻ നമുക്ക് മാച്ച് ആണോ എന്ന് നോക്കണം. ഓക്കെ, ആ റെസൊല്യൂഷൻ നമ്മുടെ ഹാഫ് സ്ക്രീനുള്ള പ്രശ്നം മാറിയിട്ടുണ്ട്. ഈ റെസൊല്യൂഷൻ നമുക്കിപ്പോൾ ഓക്കെ ആണ്. ഇനി നമ്മൾ മെനു എടുത്ത് സർവീസ് മോഡ് ഓപ്പൺ ചെയ്യുകയാണ്. 11:47. നമുക്ക് LVDS സെറ്റിങ്സ് ആയിരുന്നു. LVDS കൺവെർട്ടർ JDIDA, അതിനകത്ത് മാത്രമേ നമുക്ക് ഇത് സെറ്റ് ആകത്തുള്ളൂ. അപ്പം നമ്മുടെ സെറ്റ് ഓക്കെ ആണ്. ഇത് സർവീസ് മോഡിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അത് നമ്മുടെ കളർ ഡെപ്ത് മാറിക്കിടന്നാൽ ഈ പ്രശ്നം ഉണ്ടാവും. അതുപോലെ പാനൽ മാച്ച് ആവാതിരുന്നാൽ ആ പ്രശ്നം ഉണ്ടാവും. പാനലിൻ്റെ റെസൊല്യൂഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മുടെ LVDS കൺവെർട്ടറിലെ ചേഞ്ച് ആയിരുന്നു. JEIDA ഇനേബിൾ ചെയ്താൽ നമ്മുടെ പ്രശ്നം മാറും. ഇത് കണ്ട, ഇത് നമുക്ക് റീസെറ്റായിട്ട് വന്നത് JESA LSB എന്ന് പറഞ്ഞ ഇതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് JEIDA കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനൽ പ്രോപ്പറായിട്ട് നമുക്ക് പടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാനലിൻ്റെ സെറ്റിങ്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പാനൽ പടം ഓക്കെയാണ്, നമുക്ക് പടം കിട്ടും. നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ സർവീസ് മോഡ് പോകും. നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പടം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് സെറ്റ് ഓഫ് ചെയ്തു. ഇനി നമ്മളിത് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഉള്ള കുറഞ്ഞ പരിപാടിയാണ്. നമ്മളിതിൽ സ്പീക്കർ കണക്ട് ചെയ്യണം. നമ്മുടെ സ്പീക്കർ ലൈൻ ഇവിടെ കൊടുക്കുക, പിന്നെ ഇതിനകത്ത് ഫിക്സ് ചെയ്യുക. അത്രയും പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു മോഡലിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അകത്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഇതുപോലെ ബോക്സ് കിട്ടും. അപ്പോൾ അകത്ത് സ്പേസ് ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു ബോക്സ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് പുറത്ത് സ്ക്രൂ ചെയ്ത് വെക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. പിന്നെ അഥവാ ഇതിൽ നമുക്കൊരു ബാക്ക് ലൈറ്റ്, നമുക്ക് എക്സ്ട്രാ ബാക്ക് ലൈറ്റ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ബാക്ക് ലൈറ്റിന് സപ്ലൈ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ബാക്ക് ലൈറ്റ് ഓൺ ഓഫ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ബാക്ക് ലൈറ്റ് ഓൺ, ബാക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് അതൊക്കെ പറഞ്ഞിട്ട് 2, 4, 6 പിന്നുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബാക്ക് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇതുപോലെ ബാക്ക് ലൈറ്റ് കത്താത്തൊരു മോഡലാണെങ്കിൽ നമ്മളൊരു ബാക്ക് ലൈറ്റ് കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കൊടുത്താൽ നിങ്ങളുടെ ആ പ്രശ്നം ഓക്കെ ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.